ബോംബെ സൂവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ബോംബെ സൂവിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ്. ബോംബെ സൂ ലൊക്കേഷൻ എന്ന് പറയുമ്പം മുംബൈയിൽ ബൈക്കുളയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ CST റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട്, ഷെയറിംഗ് ടാക്സി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴിയും വരാം. ബൈക്കുളയിലേക്ക് എത്തേണ്ടത്. ടിക്കറ്റ് ചാർജസ് 50 രൂപ ഒരാൾക്ക്. ഈ കാണുന്ന നിങ്ങൾ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്ന ബോംബെ സൂവിൻ്റെ. അപ്പോൾ ഇതിൽ ജസ്റ്റ് കണ്ടാൽ ബിൽഡിങ് കാണുന്നത് അവിടെ ഒരു മ്യൂസിയമാണ്. ഇത് ഉണ്ടാക്കിയതാണ്. അവിടെ ഒരു കരടി, അതേപോലെ ഈ മാൻ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ച, നല്ല പച്ചപ്പാണ് ഇവിടെ. ചൂടുകാലത്ത് കുറച്ച് നടന്ന് കാണാനുണ്ട്, ഓപ്പൺ ഏരിയ അപ്പം കുറച്ച് നടന്ന് കാണാനുണ്ട്. ചൂടുകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയം ഫെബ്രുവരി മാസം, മാർച്ച് മാസം എല്ലാം നല്ല സമയം. അങ്ങനെ ഇവിടെ ടൈഗർ ഉണ്ട്. അതുപോലെ ഈ കാണുന്ന നിങ്ങൾ ഹിപ്പോപ്പൊട്ടാമസ്, ഇത് അവിടുത്തെ കഫറ്റീരിയയിൽ ലിമിറ്റഡ് ആണ് ചോയ്സ്. അതുപോലെ ഇവിടെ ഇത് ടൈഗർ എൻക്ലോഷർ. ഒരു ടൈഗറെ കണ്ടിട്ടുള്ളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈഗർ. ഈ ടൈഗറിനെ കാണാനാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഉള്ളിൽ കൂട്ടിലിരിക്കുകയാണെങ്കിൽ കാണൂല. നമ്മൾ ആദ്യം പോയി കണ്ടപ്പം കണ്ടിട്ടില്ല. പിന്നീട് നമ്മൾ തിരിച്ച് റിട്ടേൺ വരുമ്പോഴാണ് ടൈഗറിനെ കണ്ടത്. അപ്പോൾ ഈ ടൈഗറിനെ കാണാൻ നല്ല തിരക്കാണ്. ആൾ ശരിക്കും ഒരു സ്റ്റേഡിയത്തിൽ പോയിട്ട് കൂക്കി വിളിയും വിസിലടിയും ഒച്ചയും ബഹളവും വീഡിയോ എടുക്കാൻ മുന്തും തള്ളും ടൈഗർ. അപ്പോൾ നമ്മൾ പോയപ്പം വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ നിന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പോക്കും വരവും. അപ്പോൾ ആൾ അതിനനുസരിച്ചിട്ട് ആവേശമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്, ടൈഗറാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലെപ്പേർഡ് ഉണ്ട്, എലിഫൻ്റ് ഇല്ല. എലിഫൻ്റ് മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പോൾ എലിഫൻറ്റും ഇല്ല. പിന്നെ വേറെ കുറച്ച് സിംഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കാണാനില്ല. ചില ഏരിയകളെല്ലാം മെയിൻ്റനൻസിൽ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പെൻഗ്വിൻ അക്വേറിയം ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെൻഗ്വിൻ കാണാം. പെൻഗ്വിൻ ഈ സ്ഥലത്ത് മാത്രമാണ് കണ്ടത്, മുംബൈ സൂവിൽ മാത്രമാണ് കണ്ടത്. പിന്നെ ക്രോക്കഡൈലുണ്ട്, അതുപോലെ ആമയുണ്ട്, കുറച്ച് മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട് എൻക്ലോഷറിൽ. അപ്പോൾ ഇതൊക്കെയാണ് മുംബൈ സൂവിൽ കാണാൻ പറ്റിയത്. ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ മുംബൈ സൂവിൽ. അപ്പോൾ മുംബൈ സൂ പോയി കാണുക. 50 രൂപ ടിക്കറ്റിനെല്ലാം ചാർജസ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നു. ഓക്കെ.